ഇയ്യോബ് 29:15. ഞാൻ കുരുടന് കണ്ണും മുടന്തന് കാലും ആയിരുന്നു. ഈ വാക്യത്തിൽ ഇയ്യോബ് എങ്ങനെയായിരുന്നുവെന്നും താൻ എപ്രകാരം ജീവിച്ചുവെന്നും സ്വയം വിലയിരുത്തുകയാണ്. ദൈവഭക്തനായിരുന്ന ഇയ്യോബ് തൻ്റെ ചുറ്റുമുള്ളവർക്ക് എത്ര അനുഗ്രഹമായിരുന്നുവെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. കുരുടൻ, മുടന്തൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവർ, മറ്റുള്ളവരുടെ സഹായം ഏറെ വേണ്ടിയവർ ഒക്കെയാണ്. എന്നാൽ അങ്ങനെയുള്ളവർക്ക് ഇയ്യോബ് എപ്രകാരം ഒരു അത്താണിയായിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. കുരുടനായ ഒരു വ്യക്തിക്ക്, യഥാർത്ഥമായും കണ്ണുകൾക്ക് കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് അദ്ദേഹം കണ്ണുകൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെ കരുതുന്നതിലും സംരക്ഷിക്കുന്നതിലുമൊക്കെ താൻ എത്രമാത്രം താല്പര്യം കാണിച്ചിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ആത്മീയ അന്ധതയിലായിരുന്നവരെയും യഥാർത്ഥ വെളിച്ചത്തിലേക്ക് അദ്ദേഹം നയിച്ചു. നടക്കുവാൻ കഴിയാതെ മുടന്തനായ വ്യക്തിക്ക് അദ്ദേഹം കാലുകൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം അവരെ താങ്ങുകയും അവർക്ക് ആശ്വാസമായി തീരുകയും ചെയ്തു എന്ന് സാരം. ആത്മീയമായി മുന്നോട്ട് പോകുവാൻ കഴിയാതെ മന്ദമായുള്ള ജീവിതങ്ങളെ അദ്ദേഹം കൈപിടിച്ച് എഴുന്നേൽപ്പിച്ച് നടത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെ നന്മ നിറഞ്ഞ വ്യക്തികളെ കാണുവാൻ പ്രയാസമാണ്. ഇപ്രകാരം നല്ല പ്രാഗൽഭ്യത്തോടെ പറയുവാൻ സാധിക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ പിന്നീട് സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആയിത്തീർന്നത്. ജീവിതത്തിൽ നാം എത്ര നന്മകൾ ചെയ്താലും, ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നത് എന്തൊക്കെ ചെയ്താലും നമ്മുടെ ജീവിതം സുഗമമായി മുന്നോട്ട് പോകണമെന്നില്ല. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ശോധന വന്നതുപോലെ, ദൈവം അനുവദിച്ചതുപോലെ നമ്മെയും ശോധന ചെയ്തു എന്ന് വരാം. അല്പനേരത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള സംരക്ഷണയുടെ വേലി പൊളിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. എന്നാൽ അതൊക്കെയും ഇരട്ടി അനുഗ്രഹത്തിൻ്റെ വാതിലാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തെ കുറ്റപ്പെടുത്താതെ, പിറുപിറുക്കാതെ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ജീവിച്ചാൽ വലിയ നന്മ നമ്മെ തേടിയെത്തുവാൻ ഇടയായിത്തീരും. മത്തായി 11:5 യേശുക്രിസ്തു എപ്രകാരമായിരുന്നു എന്ന് നാം വായിക്കുന്നു. കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു എന്നൊക്കെ ഉള്ളത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ സാധാരണ കാര്യങ്ങൾ ആയിരുന്നു. നമുക്ക് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി മറ്റുള്ളവർക്ക് നാം ഒരു ആശ്വാസവും ഒരു അനുഗ്രഹവും ആയി തീരുവാനായി പ്രാർത്ഥിക്കാം. കഷ്ടതകൾ അനുഗ്രഹത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നമുക്ക് കർത്താവിന് മഹത്വം കരയേറ്റാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ ഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.